ഹലോ, ഇന്ന് കൈപ്പങ്ങയും ചക്കക്കുരുവും വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് മെയിനായിട്ടുള്ള ചക്കക്കുരു തന്നെയാണ്. അത് തൊലിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പലരും അത് ഉണ്ടാക്കാത്തതെന്നറിയാം. അപ്പോൾ അതാ ഈ കാണിക്കുന്ന പോലെ ചക്കക്കുരുവിൻ്റെ നടു ഒന്ന് കീറി കൊടുത്തിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ പെട്ടെന്ന് തന്നെ അടർന്നു പോരും. അങ്ങനെ നടു കീറി കൊടുത്താൽ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ തോലൊക്കെ കളയാൻ എളുപ്പമായിരിക്കും. ഞാൻ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ചക്കക്കുരുവൊക്കെ തൊലി കളഞ്ഞിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒരു കുക്കറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ചത് വേവുള്ള വെള്ളം മാത്രം മതി. പിന്നെ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട. കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ച് കൊടുക്കുക. ഇതപ്പോൾ എനിക്ക് 3 വിസിൽ ആയപ്പോൾ തന്നെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉടഞ്ഞു പോവാതെ നല്ല പാകത്തിനുള്ള വേവനായി കിട്ടിയിട്ടുണ്ട്. ഈ വേവാകുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കൈപ്പങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കൈപ്പങ്ങ അരിഞ്ഞ് വെച്ചപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് മുളക് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, പച്ചമുളക്. അതും കൂടെ അതിലുണ്ട്. രണ്ടും ഒരേ കളറായതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവാത്തത്. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. കൈപ്പങ്ങ ആയതുകൊണ്ട് തന്നെ ഉപ്പ് അത്യാവശ്യം വേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ കയ്പ്പ് രസം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. എന്നിട്ട് വീണ്ടും കുക്കർ അടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. നേരത്തെ ആ ചക്കക്കുരുവിലേക്ക് ഒഴിച്ച് കൊടുത്ത വെള്ളം തന്നെ അതിലുണ്ടാവും. എന്നിട്ടൊരു 3 വിസിലും കൂടി അടുപ്പിച്ച് കൊടുത്താൽ ഇതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ അതിൽ വെള്ളമൊന്നും ഏറെയായിട്ട് കിടക്കുന്നൊന്നുമില്ല, അതിന് പാകമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് അതിന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചക്കക്കുരു വേവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ആ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കാൻ പാൻ ചൂടാക്കി കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ചെറുള്ളി കൂടി ഇട്ട് കൊടുക്കുക. ചെറുള്ളിയുടെ കൂടെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. അതിനു മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ചെറുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരുവിൻ്റെയും കൈപ്പങ്ങേൻ്റെ മിക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ആ തീ അതേപോലെ തന്നെയാണ് ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ വെളിച്ചെണ്ണയുടെ മിക്സിലേക്ക് ചക്കക്കുരുവിൻ്റെയും കൈപ്പങ്ങേൻ്റെയും മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് മുകളിലേക്ക് ആ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഓഫ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന ടൈമിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്ത് കൊടുക്കാനൊന്നുമില്ല. എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം അല്പം പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി റെഡി.